Hi friends, welcome to my YouTube channel HMedia. ഈ വീഡിയോയിലൂടെ അസംബ്ലി ടൂൾസ് എന്ന സ്ക്രിപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. യൂസ്ഫുൾ ആയ സ്ക്രിപ്റ്റുകളും ടൂൾസുകളും അടങ്ങിയ ഒരു മാസീവ് ടൂൾ സെറ്റാണിത്. ഒബ്ജക്ട് ട്രാൻസ്ഫോർമേഷൻ മുതൽ മോഡലിംഗ് വരെയുള്ള ടൈം കൺസ്യൂമിംഗ് ടാസ്കുകൾ ഈ ടൂൾസ് യൂസ് ചെയ്യുന്നതിലൂടെ സ്മൂത്തായി ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. അസംബ്ലി ടൂൾസ് എന്ന ഈ ഒരു ഫ്രീ സ്ക്രിപ്റ്റ് എങ്ങനെ ആക്സസ് ചെയ്യാം, 3D വർക്ക് ഫ്ലോ ഇംപ്രൂവ് ചെയ്യുന്നതിനായി ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാം എന്നെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. അസംബ്ലി ടൂൾസിന്റെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ ആക്സസ് ചെയ്യാം. ഈ ഒരു ടൂൾ ബാർ ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇതിൽ ടൂൾസ്, ട്രാൻസ്ഫോം, സെലക്ട്, ജോമെട്രി എന്നിങ്ങനെ ഡിഫറെന്റ് കാറ്റഗറീസ് ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ട്രാൻസ്ഫോം എന്ന കാറ്റഗറിയാണ് സെലക്ട് ചെയ്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ ക്വിക്ക് റൊട്ടേറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. കൂടാതെ ഏത് ആക്സിസിലാണോ ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യേണ്ടത് ആ ഒരു ആക്സിസ് ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. Z ആക്സിസ് ആണ് ഇവിടെ സെലക്ട് ആയിരിക്കുന്നത്. റൊട്ടേറ്റ് ആസ് ഗ്രൂപ്പ് എന്ന ഈ ഒരു ഓപ്ഷനും ഇവിടെ കാണാവുന്നതാണ്. ഒരു ഗ്രൂപ്പായി ഒബ്ജക്റ്റുകളെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ടിക്ക് ആക്റ്റീവ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ 180, 90, 45 എന്നിങ്ങനെയുള്ള റൊട്ടേഷൻസും ഇവിടെ കാണാവുന്നതാണ്. ഏത് ഒബ്ജക്റ്റിനെയാണോ നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഒബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ അവൈലബിൾ ആയ ഈ നമ്പേഴ്സിൽ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒബ്ജക്റ്റുകളെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മൗസിന്റെ ലെഫ്റ്റ് ക്ലിക്കിന് പകരം റൈറ്റ് ക്ലിക്ക് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ റിവേഴ്സ് ആയി ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഒബ്ജക്റ്റുകളെ റൊട്ടേറ്റ് ചെയ്യാൻ ഈ ഓപ്ഷനിലൂടെ സാധിക്കുന്നതാണ്. റൊട്ടേറ്റ് എന്ന ഈ ഒരു ബട്ടണും ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ആവശ്യമായ വാല്യൂസ് ഇവിടെ സെറ്റ് ചെയ്ത് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒബ്ജക്റ്റുകളെ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം പഴയ പൊസിഷനിലേക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ റീസെറ്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് ട്രാൻസ്ഫോം ബൈ പോളി ഷിഫ്റ്റ് എന്ന ഈ ഒരു ഓപ്ഷനാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒബ്ജക്റ്റുകളെ വളരെ ഈസിയായി മൂവ് ചെയ്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇവിടെ മൂവ് ആക്സിസ്, റൊട്ടേറ്റ് ആക്സിസ് എന്നിങ്ങനെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒബ്ജക്റ്റിനെ ഏതെല്ലാം ആക്സിസിലാണ് മൂവ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു ആക്സിസ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൽ നിന്ന് C എന്ന ആക്സിസ് ഡിസെലക്ട് ചെയ്യുകയാണ്. വളരെ ഈസിയായി നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു ഒബ്ജക്റ്റിനെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു ബ്രഷിന്റെ സ്ട്രെങ്ത്, സൈസ് തുടങ്ങിയ ഇൻക്രീസ് ചെയ്യുന്നതിനായി ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബ്രഷിന്റെ ഫുൾ സ്ട്രെങ്ത് നമുക്ക് ഇതുപോലെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ വളരെ സ്മൂത്തായി ഒബ്ജക്റ്റുകളെ ആവശ്യമുള്ള രീതിയിൽ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൺട്രോൾ ഹോൾഡ് ചെയ്ത് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബ്രഷിന്റെ ഫോൾ ഓഫ് ഇതുപോലെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ബ്രഷിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിനെ ഏത് ആക്സിസ് സെലക്ട് ചെയ്തും നമുക്ക് ഇതുപോലെ മൂവ് ചെയ്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റുകളെ ഒരേ സമയം മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഒബ്ജക്റ്റുകളെയും സെലക്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് ഇതുപോലെ വളരെ ഈസിയായി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഒബ്ജക്റ്റുകളെ മൂവ് ചെയ്ത് പ്ലേസ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. ഒബ്ജക്റ്റുകളെ മൂവ് ചെയ്യുന്ന സമയത്ത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഓൾട്ട് ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായി കൺട്രോൾ ഓൾട്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റുകളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്റ്റിനെ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് സ്കെയിൽ ചെയ്യാവുന്നതുമാണ്. ഈ ഒരു ടൂളിൽ നിന്നും പുറത്തു വരുന്നതിനായി മൗസിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായി സെലക്ട് ചെയ്ത ഒബ്ജക്റ്റുകളിൽ മൂവ് ബൈ സ്കെയിൽ എന്ന ഈ ഒരു ഓപ്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സെലക്ട് ചെയ്ത ഒബ്ജക്റ്റുകളിൽ നിന്നും ഒരു ഒബ്ജക്റ്റിനെ സെന്റർ ഒബ്ജക്റ്റ് ആക്കി ചേഞ്ച് ചെയ്യാൻ ഇവിടെ കാണുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സെന്റർ ഒബ്ജക്റ്റ് ആയി ചേഞ്ച് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മൂവ് ബൈ സ്കെയിൽ എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത സെന്റർ ഒബ്ജക്റ്റിനനുസരിച്ച് ബാക്കിയുള്ള ഒബ്ജക്ട്സ് ആ വാല്യൂസിനനുസരിച്ച് മൂവ് ആയി ലഭിക്കുന്നതാണ്.
അടുത്തതായി നോർമൽ അലൈൻ എന്ന ഓപ്ഷനാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നോർമൽ അലൈൻ എന്ന ഈ ഒരു ഓപ്ഷൻ ആക്റ്റീവ് ചെയ്താൽ ഒബ്ജക്ട് സെലക്ട് ചെയ്തതിനു ശേഷം പ്ലേസ് എന്ന താഴെയുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന്റെ ഒരു ക്ലോൺ ഏതൊരു സർഫസിൽ വേണമെങ്കിലും പ്ലേസ് ചെയ്യാവുന്നതാണ്. വളരെ ആക്യുറേറ്റ് ആയി ഏതൊരു ഒബ്ജക്റ്റിനെയും ഏതൊരു സർഫസിലേക്കും അലൈൻ ചെയ്യുന്നതിനായി ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഡ്രോപ്പ് എന്ന ഈ ഒരു ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. നോർമൽ അലൈൻ എന്ന ഈ ഒരു ഓപ്ഷൻ ആക്റ്റീവ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്റ്റുകളുടെ കോപ്പികൾ എടുത്ത് അതിനെ സെലക്ട് ചെയ്യാം. ഇനി ഇതിൽ സീൻ എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റുകൾ ഡ്രോപ്പായി ആ സീനിലുള്ള ഒബ്ജക്റ്റിന്റെ ടോപ്പിൽ പ്ലേസ് ആവുന്നതാണ്. ഇതിൽ സി ഗ്രിഡ് എന്ന ഈ ഒരു ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിനെ ഗ്രിഡിലേക്ക് അലൈൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി സ്പേസിംഗ് എന്ന ഓപ്ഷനാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സെലക്ട് ചെയ്ത ഒബ്ജക്റ്റുകളെ വളരെ ഈസിയായി നമുക്ക് ആവശ്യമുള്ള ഒരു ഡിസ്റ്റൻസ് സെറ്റ് ചെയ്ത് ഈക്വൽ ഡിസ്റ്റൻസിൽ ഒബ്ജക്റ്റുകളുടെ സ്പേസിംഗ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷനിലൂടെ സാധിക്കുന്നതാണ്. ഇതുപോലെ ടൂൾസ്, ജോമെട്രി, മെറ്റീരിയൽ, UV തുടങ്ങിയ കാറ്റഗറികളിൽ യൂസ്ഫുൾ ആയ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണെന്ന് നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ടൂൾസ് യൂസ് ചെയ്യുന്നതിലൂടെ 3D വർക്ക് ഫ്ലോ ഇംപ്രൂവ് ചെയ്യാനും അതിലൂടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതൊരു ഫ്രീ സ്ക്രിപ്റ്റ് ആണ്. ഈ സ്ക്രിപ്റ്റിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. ഈ ഒരു സ്ക്രിപ്റ്റിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഡൗൺലോഡ് ചെയ്ത ഈ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് വ്യൂ പോർട്ടിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഒരു ടൂളിന്റെ ഒരു ഐക്കൺ മെയിൻ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യുന്നതിനായി കസ്റ്റമൈസ് യൂസർ ഇന്റർഫേസ് ഓപ്പൺ ചെയ്യാം. ഇതിൽ ടൂൾ ബാർസിൽ കാറ്റഗറിയിൽ ഉട്ടോപ്പിയ എന്ന ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഒരു സ്ക്രിപ്റ്റിനെ ഒരു ബട്ടനായി മെയിൻ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യുന്നതിനായി ന്യൂ എന്ന ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ ഒരു പേര് സെറ്റ് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്തതിനു ശേഷം ആക്ഷൻസിൽ നിന്നും ഈ ഒരു സ്ക്രിപ്റ്റിനെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. ഇനി ഈ ഒരു ടൂൾ ബാറിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് മെയിൻ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ഫ്ലോട്ടിംഗ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വ്യൂ പോർട്ടിൽ നമുക്ക് ആവശ്യമുള്ള സൈഡിൽ ഈ ഒരു ടൂളിനെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.